എന്നിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ മീൻ കായം പറ്റാതെ ഈ ചട്ടി തന്നെയാണ് മീൻകറി വെക്കുന്നത്. മീൻകറിയിലേക്ക് സാധാ പൊട്ടുന്നു. ഇത്തിരി കൂടി വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചെടുക്കും. ഇത്തിരി മഞ്ഞൾപ്പൊടി ചപ്പ് ഇട്ടെടുത്തു, മണ്ണിട്ടെടുത്തു, ഉലുവ ഇട്ടെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് 4-5 വെള്ളം കുറുകി കിട്ടണ രീതിയിൽ ബട്ടൂർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബട്ടൂർ പൂരിനെക്കാൾ വട്ടത്തിൽ പരത്തിയതിന് ശേഷം ഈ കട്ടി ഉള്ള ഓയിലേക്ക് ഇട്ടിട്ട് സമൂസ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാം. അതിലേക്ക് തിളച്ച ഓയിലിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ചപ്പും പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല നല്ലോണം വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ മക്കൾക്ക് ഞാൻ ഇന്ന് സ്നാക്സിനും ലഞ്ചിൽ സ്നാക്സിനും ബട്ടൂർ അതിനകത്താക്കിയത്. ലഞ്ച് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, സ്നാക്സ് മാത്രം മതി. നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല, അതായത് ബാബിൻ്റെ മോക്കും എൻ്റെ മോക്കും മതി. എൻ്റെ മോനും ബാബിനും എൻ്റെ മക്കൾക്കും സ്നാക്സൊക്കെ സ്കൂളിൽ തന്നെ കൊടുക്കും, ലഞ്ചും കൊടുക്കും. മക്കൾക്ക് മദ്രസ കിട്ടുന്നതിന് ഹാപ്പി സ്നാക്സ് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല കേട്ടോ. ബട്ടൂറിനെ കൊടുക്കാൻ വിചാരിച്ചു. വലിയ ബട്ടൂർ ചൂടോടെ കഴിക്കാൻ നമുക്കിങ്ങനെ എന്താ പറയുക, ഇല വാട്ടി കൊടുക്കാം. വേണ്ടിയിട്ട് ഇല ബാബി ബട്ടൂർ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പൊരിക്കുന്നുണ്ട്. ബാബി അവിടെ ഇങ്ങനെ ഇല വാട്ടുന്നുണ്ട്. മക്കളിങ്ങനെ പൂരി കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. സോറി, ബട്ടൂറാണല്ലേ. എല്ലാവരും മദ്രസ ഇട്ട് വന്നിട്ട് ഇങ്ങനെ പൂരി ബട്ടൂർ കഴിക്കുന്ന തിരക്കില്ല. ഇപ്പോൾ മക്കൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷ് ആയി നിൽക്കുമ്പോഴത്തേന് നമുക്ക് പൊതിച്ചോറ് ഇങ്ങനെയാണ് കിട്ടാൻ നോക്കാം. പൊതിച്ചോറിൽ വീണാൽ കുറേ ഒന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് അതിനെക്കൊണ്ട് കുറച്ച് ചോറ്, അതിന് മേലെ നമുക്ക് ഒരു പെരി, ഒരു മീൻ പൊരിച്ച്, അത്രയേ ഉള്ളൂ. പിന്നെ പച്ചക്കറി, ഒരു ഇത് ബാബി കെട്ടി, ഞാനൊന്ന് കെട്ടിയൊക്കെ. അപ്പം ഞാൻ കുറച്ച് പെരിട്ടു, ഒരു മീൻ ഫ്രൈ വെച്ചു. എന്നിട്ട് നമുക്ക് ഇല കെട്ടാം. ആദ്യം ഇല കെട്ടാൻ പൊതിച്ചോറ് പൊതി കെട്ടാമെന്ന് അറിയില്ല. ഇപ്പം യൂട്യൂബിൽ ഇങ്ങനെ 2-3 വീഡിയോസ് കണ്ടപ്പോൾ പൊതി ഇങ്ങനെയാണ് കെട്ടലെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ബൈ.